73 സെന്റ് സ്ഥലവും കിടപ്പാടവും ഉണ്ടായിട്ടും സ്വന്തം വീട്ടിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരമ്മ. എറണാകുളം മൂവാറ്റുപുഴ സ്വദേശിനി കമലയാണ് നീതി തേടി അലയുന്നത്. ക്യാൻസറിൻ്റെ അവസാന സ്റ്റേജിലാണ് ഈ 84-കാരി. രോഗക്കിടക്കയിൽ പോലും മകൻ്റെയും മരുമകളുടെയും ഉപദ്രവം സഹിക്കാനാകാതെ വീട് വിട്ടിറങ്ങേണ്ടി വന്നു. എന്നാൽ സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കണമെന്നാണ് ഇവരുടെ അവസാനത്തെ ആഗ്രഹം. ഇതിനായി മുട്ടാത്ത വാതിലുകളില്ല, കയറിയിറങ്ങാത്ത ഓഫീസുകളുമില്ല. അധികാരികൾ ഇനിയും കണ്ണടച്ചിരിക്കരുത്. എനിക്ക് 84 വയസ്സായി. ഭർത്താവ് പട്ടാളക്കാരനായിരുന്നു. 1995 മരിച്ചു. 3 പെൺമക്കളും 1 മകനുമുണ്ട്. ഞാൻ 5 വർഷമായി ക്യാൻസർ ബാധിതയാണ്. ഗർഭാശയ ക്യാൻസർ കാരണം 50 റേഡിയേഷനും 5 കീമോയും നടത്തി. ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ പൂർണ്ണമായും കിടപ്പിലായി. മകനോ അവൻ്റെ ഭാര്യയോ നാളിതുവരെ എൻ്റെ ചികിത്സയ്ക്ക് പണം നൽകിയിട്ടില്ല. 3 പെൺമക്കളിൽ സർക്കാർ സർവീസിലുള്ളയാളുടെ സഹായവും എൻ്റെ പെൻഷൻ തുകയും കൊണ്ടാണ് ചികിത്സയുമായി മുന്നോട്ട് പോകുന്നത്. മകനും ഭാര്യയും കൂടി എൻ്റെ പേരിലുള്ള വീടും 73 സെന്റ് സ്ഥലവും വേണമെന്നാവശ്യപ്പെട്ട് എന്നെ പല പ്രാവശ്യം ദ്രോഹിച്ചു. ഈ കഴിഞ്ഞ ഡിസംബർ 27-ന് ഹോം നഴ്സിനെ വീട്ടിൽ നിന്നും പറഞ്ഞുവിട്ടു. എൻ്റെ സ്വർണം മകനും ഭാര്യയും ഊരിയെടുത്തു. പിന്നീട് ആധാരം ആവശ്യപ്പെട്ട് എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു. ഡിസംബർ 31-ന് രാത്രി ഇക്കാര്യം ഞാൻ എൻ്റെ സഹോദരങ്ങളെ വിളിച്ചറിയിച്ചു. സഹോദരങ്ങളും മറ്റു മക്കളും എത്തി 2ാമത്തെ മകളുടെ വീട്ടിലെത്തിച്ചു. ഇപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. എനിക്കിനി ഒരു അപേക്ഷയേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് പണിതു തന്ന സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കണം. ായ ഈ അമ്മ വില്ലേജ് ഓഫീസർക്കും RDOയ്ക്കും നൽകിയ പരാതിയാണിത്. നേരത്തെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടതാണ്. പക്ഷേ ഫലമുണ്ടായില്ല. പിന്നീടാണ് നീതി തേടി അധികാരികളെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം പ്രശ്നത്തിൽ ഇടപെട്ട RDOയുടെ നിർദ്ദേശപ്രകാരം മൊഴി നൽകാൻ ആംബുലൻസിലാണ് മൂവാറ്റുപുഴയിലെ ഓഫീസിലെത്തിയത്. കമലമ്മയുടെ ആവലാതികളെല്ലാം RDO കേട്ടു. കൊടുത്തിട്ട് 1 മാസം മിച്ചം കഴിഞ്ഞു. എനിക്ക് ഇന്ന് അഭയം തന്നിട്ടില്ല ഇതുവരെ. ഞാൻ അപേക്ഷിച്ചു, സാറേ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, എന്നെ അവിടെ ആക്കണം, അവനെ ഇറക്കി വിടണം, അവനെ കാണാൻ എനിക്ക് പേടിയാണ്. അവനെൻ്റെ കാലെ പിടിച്ച് വലിച്ച് കളിക്കും, കട്ടിലിട്ട് കൈ കൊണ്ടിരിക്കും, എൻ്റെ കട്ടയെന്ന് പൊക്കിയിടും. ഞാൻ മടുത്തു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ സഹിക്കാൻ പാടില്ല. ഞാൻ പെമക്കളെ വീട്ടിൽ വന്ന് കിടക്കുവാണ്. എനിക്ക് രോഗക്കിടക്കിയിലും ക്രൂരമായി ദ്രോഹിച്ച മകന്റെ കൂടെ താമസിക്കാൻ കമലമ്മയ്ക്ക് ഭയമാണ്. അവർ വീണ്ടും ഉപദ്രവിക്കുമോ എന്ന പേടി. മകന് വേറെ വീടുണ്ട്, 2 പേർക്കും നല്ല ജോലിയുമുണ്ട്. അതിനാൽ തന്നെ തൻ്റെ പേരിലുള്ള വീട് കമലമ്മയ്ക്ക് വിട്ടു നൽകണം. അവർ ശിഷ്ടകാലം സ്വസ്ഥമായി ജീവിക്കട്ടെ. പോലീസ് പട്രോളിന് ആ മകനോടൊരു അഭ്യർത്ഥനയുള്ളൂ. എത്ര നാൾ ഈ അമ്മ ജീവിച്ചിരിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. അമ്മയോടൊരൽപ്പം കരുണയുണ്ടെങ്കിൽ ആ വീട് വിട്ടുകൊടുക്കണം. RDOയുടെ ഇടപെടലിലാണ് അവസാനത്തെ ആശ്രയം. തിരുവനന്തപുരം കന്യാകുളങ്ങരയിൽ നിന്നുള്ള ഏറെ വേദന ഉളവാക്കുന്ന ഒരു ദൃശ്യത്തിലേക്കാണ് പോലീസ് പട്രോളിന് പോകുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന വയോധികന് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്ന സംഭവം. ഈ മർദ്ദന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതോടെ വട്ടപ്പാറ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം നടക്കുന്നത്. ദേവകുമാറിനെ തിരുവനന്തപുരം കന്യാകുളങ്ങര ജുമാ മസ്ജിദിന് മുന്നിൽ വെച്ച് അകാരണമായി ആ പ്രദേശത്ത് അറിയപ്പെടാത്ത ഒരാൾ മർദ്ദിക്കുകയാണുണ്ടായത്. വലിയ രീതിയിൽ മർദ്ദിക്കുന്നത് കണ്ട് ആ പ്രദേശവാസി തന്നെയാണ് ഇത് ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയത്. മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ ദേവനെ മർദ്ദിക്കുന്നയാൾ ആദ്യം ഒരു കമ്പ് കൊണ്ട് വലിയ രീതിയിൽ അടിക്കുകയും ആ കമ്പ് പൊട്ടിയ ശേഷം മറ്റൊരു കമ്പെടുത്ത് വീണ്ടും അടിച്ചു.
ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് പോലീസ് കേസെടുക്കുന്നത്. നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വട്ടപ്പാറ CI കേസെടുത്ത് അന്വേഷിച്ചു. സംഭവം ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ തന്നെ പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു, പ്രതി ഒളിവിൽ പോകാൻ ശ്രമിച്ചിരുന്നു. ദൃശ്യങ്ങൾ ആദ്യം കണ്ടപ്പോൾ പ്രതിയെക്കുറിച്ചുള്ള ധാരണ പോലീസിനോ പ്രദേശവാസികൾക്കോ ഉണ്ടായിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തേക്കട സ്വദേശിയായ വാഹിദാണ് ആക്രമിച്ചത് എന്ന് പോലീസിന് വിവരം ലഭിച്ചത്. പോലീസ് എത്തുമ്പോഴേക്കും ഇയാൾ ഒളിവിൽ പോകാനായി സ്വന്തം വീട്ടിൽ നിന്ന് വസ്ത്രങ്ങളുമെല്ലാം എടുത്ത് പോകാൻ തയ്യാറായിരുന്നു. തുടർന്ന് തൊട്ടടുത്ത് മാർക്കറ്റിൽ വെച്ചാണ് ഇയാളെ പിടികൂടുന്നത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. സ്വാർത്ഥതയുടെ ആൾരൂപങ്ങളാണ് ചിലർ. മനുഷ്യനോടും മൃഗങ്ങളോടും കരുണ കാണിക്കാത്തവർ. മലപ്പുറം നിലമ്പൂരിൽ ആട് പാടത്ത് കയറിയതിന്റെ പേരിൽ പെൺകുട്ടിക്കും ആടിനും ക്രൂരമർദ്ദനം. 13-കാരിയുടെ കഴുത്തു ഞെരിക്കുകയും ആടിന്റെ അകിട് അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. നിലമ്പൂർ സ്വദേശി അബ്ദുൽ ഗഫൂറിനെതിരെയാണ് പരാതി. പക്ഷേ ഈ പരാതി നൽകിയിട്ടും പോലീസ് ഈ അക്രമിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന ആക്ഷേപമുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 1-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. നിലമ്പൂർ മമ്പാട് ചെറുമല മുസ്തഫയുടെയും ഷെക്കിനുടെയും 13 വയസ്സുകാരിയാണ് പരാതിക്കാരി. സംഭവത്തെക്കുറിച്ച് ഈ കുടുംബം പറയുന്നത് ഇപ്രകാരമാണ്. ആടിനെ മേയ്ക്കാൻ പോയതായിരുന്നു മകൾ. തൊട്ടടുത്തുള്ള വീട്ടിലെ പറമ്പിനോട് ചേർന്ന് പാടമുണ്ട്. അവിടെ നെല്ലാണുള്ളത്. ആട് ഈ നെല്ല് തിന്നാൻ തുടങ്ങിയപ്പോൾ ആടിനെ ഈ പെൺകുട്ടി തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ആ പാടത്തിന്റെ ഉടമസ്ഥനായ അബ്ദുൽ ഗഫൂർ അവിടേക്ക് വരികയും ഈ ആടിനെ ക്രൂരമായി മർദ്ദിക്കുകയും പെൺകുട്ടിയുടെ കഴുത്തിന് പിടിച്ച് ഉയർത്തി തള്ളുകയും ചെയ്തത്. ആടിന്റെ അകിട് പൊട്ടിയിട്ടുണ്ട്. അന്ന് തന്നെ നിലമ്പൂർ പോലീസിൽ ഇവർ പരാതിപ്പെട്ടു. അയാളെ കൗത്ത് പിടിച്ചാണ്ട് 2 മിനിറ്റോളം നിർത്തി. എന്നിട്ട് ഞാൻ ശ്വാസം കിട്ടാതെ പെടഞ്ഞപ്പം അയാൾ എന്നെ നിലത്തേക്ക് ഇടും. ഞാൻ വിചാരിച്ചു ആ പാടത്ത് ഞാൻ വീണു. പക്ഷേ ഞാൻ അവിടെ തന്നെ. പിന്നെ ഞാൻ 2 മിനിറ്റൊന്നും എഴുന്നേറ്റിട്ടില്ല. പിന്നെ ആടുകൾ കയറിപ്പോയി. അനിയത്തിയെ പിന്നെ എന്നെ വന്നുകൊണ്ട് എഴുന്നേപ്പിറ്റത്. പ്രതിക്കെതിരെ പോലീസ് ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പിറ്റേ ദിവസം തന്നെ അറസ്റ്റ് ചെയ്ത പ്രതിയെ പോലീസ് ജാമ്യത്തിൽ വിട്ടു. ഇതിന് പിന്നിൽ പ്രതിയുടെ ബന്ധുവായ ഒരു പോലീസുകാരനാണെന്നും ഈ കുടുംബം ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല. കാരണം എൻ്റെ കുട്ടീനെ ഞാൻ അന്ന് അങ്ങനെ എൻ്റെ കുട്ടീനെ കൊണ്ട് സ്റ്റേഷനിലേക്ക് ചെന്നപ്പം ഞാൻ ചെന്ന് കരഞ്ഞ് പറഞ്ഞപ്പം അവിടെയുള്ള ഒരു പോലീസുകാരനോട് ആദ്യം ചോദിച്ചതാണ്, നിങ്ങൾ ആദ്യം പുറത്തു പോയി കരഞ്ഞ് തീർത്തിട്ട് വന്നിട്ട് പരാതി പറഞ്ഞാൽ മതിയായിരുന്നു. പ്രതിക്ക് ജാമ്യം ലഭിച്ചതോടെ സാഹചര്യങ്ങൾ മാറിയെന്നും ഈ കുടുംബം പറയുന്നുണ്ട്. നിലവിൽ കേസ് പിൻവലിക്കാൻ സമ്മർദ്ദമുണ്ട്, ഭീഷണിയുണ്ട്. കുട്ടിക്കാണെങ്കിൽ നടന്ന കാര്യങ്ങളുടെ പേടി ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ആ കുട്ടിക്ക് രാത്രി ഉറങ്ങാനാകുന്നില്ല, സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, പഠിക്കാനാകുന്നില്ല. വലിയ ആക്ഷേപങ്ങൾ, വലിയ ആരോപണങ്ങളാണ് ഈ കുടുംബം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പള്ളികളിൽ നിന്നും വേറുള്ള ആളുകളിൽ നിന്നൊക്കെ സമ്മർദ്ദങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തുതീർപ്പാക്കുക അങ്ങോട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. നീതി ലഭിക്കും എന്നാണ് പ്രതീക്ഷ. നീതി ലഭിക്കുവാൻ നിയമപരമായുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഇങ്ങനെയാണ് ഈ കുടുംബം പറഞ്ഞു നിർത്തുന്നത്. മലപ്പുറം നിലമ്പൂരിൽ ആട് പാടത്ത് കയറിയതിന്റെ പേരിലാണ് ആക്രമണമെങ്കിൽ ചങ്ങരംകുളത്ത് മാങ്ങ പറിച്ചതിന്റെ പേരിലായിരുന്നു കുട്ടികൾക്ക് നേരെ ക്രൂരമർദ്ദനം. ഫുട്ബോൾ കളിക്കാനെത്തിയ കുട്ടികൾ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കയറി മാങ്ങ പറിച്ചു. ഇത് കണ്ടുനിന്ന സ്ഥലമുടമ കുട്ടികളെ തടഞ്ഞു നിർത്തി ഷർട്ട് ഊരി വാങ്ങുകയും മർദ്ദിക്കുകയും ചെയ്തതെന്നാണ് പരാതി. നിലത്തിട്ടിട്ട് നെഞ്ചത്തൊക്കെ ചവിട്ടും ചെയ്ത്, പിന്നെ കഴുത്ത് പിടിക്കുകയും ചെയ്തു, പിന്നെ കൈ ബാക്കിൽ ഇങ്ങനെ പിരിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങളൊക്കെ കാട്ട വന്നപ്പോൾ ഞങ്ങൾ ഓടി. ഒതളൂർ പൊലിയോടം പാടത്താണ് സംഭവം. ഫുട്ബോൾ കളിക്കാനെത്തിയ കുട്ടികൾ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കയറി മാങ്ങ പറിക്കുകയായിരുന്നു. ഇത് കണ്ടെത്തിയ തോട്ടം ഉടമ കുട്ടികളെ തടഞ്ഞുവെച്ച് മർദ്ദിച്ചു എന്നാണ് പരാതി.
സ്ഥലമുടമ വരുന്നത് കണ്ട് കുട്ടികൾ ഓടിയെങ്കിലും അവരെ തടഞ്ഞു വെക്കുകയായിരുന്നു. തുടർന്ന് ഷർട്ട് ഊരി വാങ്ങിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. രക്ഷിതാക്കൾ എത്തിയാലേ ഷർട്ട് നൽകൂ എന്ന നിലപാടിലായിരുന്നു സ്ഥലം ഉടമ. കുട്ടികൾ കരഞ്ഞതോടെ പാടത്തുണ്ടായിരുന്നവർ ഓടിയെത്തി. ഇതോടെയാണ് കുട്ടികളെ വിട്ടയച്ചത്. പിന്നീട് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ഇവരെ ചങ്ങരകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 4 മാങ്ങ പൊട്ടിക്കുന്നതാണ് അവർ പറഞ്ഞത്. 3 കണ്യാങ്ങി, ചെറിയ ഒരു വലിയ മാങ്ങി. ആ പൊട്ടിക്കണ്ടപ്പോൾ ഇതിൻ്റെ ഓണർ സെലി എന്ന് പറഞ്ഞ ആൾ ഓടി വന്ന് അപ്പോൾ പിള്ളേർ ഓടി അതിൽ ഒറ്റ കൈ വിട്ടിയ വനം പിടിച്ചു വലിച്ച് അത് പറമ്പിൽ കൊണ്ടുപോയി വനം ചവിട്ടി. സംഭവത്തിൽ പോലീസിനും ചൈൽഡ് ലൈൻ അടക്കമുള്ളവർക്കും പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ബന്ധുക്കൾ. ന്യൂസ് 18 മലപ്പുറം. തൊഴിലാളി പണിയെടുത്താൽ കൃത്യമായ കൂലി നൽകണം. ഇങ്ങനെ കൂലി നൽകാത്ത ചിലരുണ്ട്, യാതൊരു മര്യാദയും ഇല്ലാത്തവർ. ഇങ്ങനൊരു സംഭവമാണ് വയനാട്ടിൽ നിന്നും വരുന്നത്. കൂലി നൽകിയില്ലെന്ന് മാത്രമല്ല, അത് ചോദിച്ചതിന്റെ പേരിൽ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. വയനാട് നീർച്ചാൽ കോളനിയിലെ ബാബുവിനാണ് ക്രൂരമർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. അമ്പലവയൽ മഞ്ഞപ്പാറയിൽ അരുൺകുമാർ എന്നയാളുടെ വീട്ടിൽ പണിക്കുപോയ നീർച്ചാൽ കോളനിയിലെ ബാബുവിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ ബാബുവിന്റെ താടിയിൽ തകർന്നു. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ബാബുവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. കുരുമുളക് പറിച്ചതിന് 700 രൂപ കൂലി ചോദിച്ചതിനായിരുന്നു മർദ്ദനം. അവശനായ ബാബുവിനെ സമീപവാസി അറിയിച്ചതിനെ തുടർന്ന് പ്രമോട്ടർ എത്തി ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ തയ്യാറാവാത്തത് ആ വലിയൊരു വീഴ്ച തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന അരുൺ എന്ന് പറയുന്ന മുതലാളിക്കെതിരെ അട്രോസിറ്റി ആക്ട് കേസ് ചാർജ് ചെയ്തെന്ന് അറിയുന്നു. പക്ഷേ അവർ അറസ്റ്റ് ചെയ്തില്ല. ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോകുമെന്നുള്ള രീതിയിലാണ് വിവരങ്ങൾ കിട്ടുന്നത്. സംഭവത്തിൽ മഞ്ഞപ്പാറ കരുവളം വീട്ടിൽ അരുൺകുമാറിനെതിരെ അമ്പലവയൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പട്ടികവർഗ അതിക്രമ നിരോധനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇതിൽ ചുമത്തി. അതിനിടെ പ്രതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി 1000 രൂപ തന്ന് തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായും ബാബു ആരോപിക്കുന്നുണ്ട്. മദ്യപിച്ച് വീണ് പരിക്കേറ്റതാണെന്ന് പറയാൻ തന്നോട് ആവശ്യപ്പെട്ടതായും ബാബു പറഞ്ഞു. എന്നാൽ അരുൺകുമാർ ഇതെല്ലാം നിഷേധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് 18 വയനാട്. സംശയരോഗം കാരണം എത്ര ബന്ധങ്ങളാണ് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തകരുന്നത്. ചിലരുടെ സംശയരോഗം ആക്രമണത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിക്കും. പത്തനംതിട്ട പന്തളത്ത് സംശയത്തെ തുടർന്ന് ഒപ്പം താമസിച്ചിരുന്ന യുവതിയെ യുവാവ് തലക്കടിച്ച് കൊലപ്പെടുത്തി. സംഭവത്തിൽ തിരുവനന്തപുരം വെളറട സ്വദേശി ഷൈജുവിനെ പോലീസ് പിടികൂടി. വെള്ളിയാഴ്ച രാത്രി 10 മണിക്കാണ് കൊലപാതകം. സംശയത്തിനടിമയായ ഷൈജു സജിതയുമായി വാക്കേറ്റമുണ്ടാകുകയും മരക്കഷ്ണം കൊണ്ട് തലയ്ക്കടിക്കുകയുമായിരുന്നു. ഉടൻ തന്നെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ സജിതയെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് ബംഗളൂരുവിൽ ഒളിവിൽ പോയ പ്രതിയെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പിടികൂടിയത്. സജിതയും ഷൈജുവും 2 വർഷമായി പന്തളത്ത് ചിറമുടിയിൽ താമസിച്ചു വരികയായിരുന്നു. ഇരുവരും നേരത്തെ വിവാഹിതരാണ്. സജിതയ്ക്ക് 19 വയസ്സുള്ള മകനുണ്ട്. ഷൈജുവും സജിതയും നിയമപരമായി വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പോലീസ് ഇക്കാര്യവും പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ഒരിടവേളയ്ക്ക് ശേഷം ക്യാമ്പസിൽ നിന്ന് വീണ്ടും റാഗിങ്ങിന്റെ നിലവിളി ശബ്ദം. കോഴിക്കോട് മുക്കത്താണ് സംഭവം. കണ്ണട വെച്ചതിന് പോളിടെക്നിക് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി തല്ലിച്ചതച്ചു. മുക്കം പോളിടെക്നിക്കിലെ 2ാം വർഷ വിദ്യാർത്ഥി ജാബിറിനാണ് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നത്. തലയ്ക്കും കണ്ണിനും പരിക്കേറ്റ ജാബിർ ആന്റി റാഗിംഗ് സെല്ലിനും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. മുക്കം KMCT പോളിടെക്നിക്കിൽ ബയോമെഡിക്കൽ 2ാം വർഷ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ജാബിർ. കണ്ണട വെച്ചത് ചോദ്യം ചെയ്ത് സീനിയർ വിദ്യാർത്ഥികൾ ജാബിറിനെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി.
മർദ്ദനത്തിൽ കഴുത്തിനും കണ്ണിനും പരിക്കേറ്റിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ പുറത്തിറങ്ങിയ തന്നെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു എന്ന് മുഹമ്മദ് ജാബിർ. ഞാൻ ക്ലാസ് കഴിഞ്ഞ് കണ്ടിട്ട് വരിക. അപ്പോൾ 3rd ഇയേഴ്സിൻ്റെ പാർക്കിങ്ങിലെത്തിയപ്പോൾ ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇട്ടിരുന്നു. അപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഇട്ടതിൻ്റെ പേരിൽ ഒരു എന്തിനാണ് കൂളിംഗ് ഗ്ലാസ് ഇട്ട്, എനിക്ക് ക്യാമ്പസിനുള്ളിൽ കൂളിംഗ് ഗ്ലാസ് ഇടാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചു കണ്ട് ചൂടായി കണ്ടിട്ട് ഒരു ഗ്ലാസിൻ്റെ മുഖത്തു നിന്ന് എടുത്ത്. അപ്പോൾ ഞാൻ എൻ്റെ ഗ്ലാസ് വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ ചാവി ഊരി കണ്ട് ഒരെടുത്ത് ബൈക്കിൻ്റെ ചാവി ഊരി എടുത്ത് കണ്ട് ഞാൻ എൻ്റെ ചാവി വാങ്ങാൻ വണ്ടി വാങ്ങാൻ ഇറങ്ങിയ ടൈമിലേക്ക് അവർ എന്ത് ചെയ്തിന്നെ കല്ലും പിന്നെ അതുകൊണ്ട് തന്നെ വടിയൊക്കെ വെച്ച് കണ്ട് എന്തോ സാധനങ്ങളൊക്കെ ആയിട്ട് കുത്താൻ നോക്കി. അപ്പോൾ വേറൊരു ചങ്ങായി വന്നു കണ്ട് ബാക്കിൽ കൂടെ വന്നു കണ്ട് കഴുത്തിന് ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ശ്വാസം മുട്ടുന്ന രീതിയിൽ ഇതാക്കി. ജൂനിയർ വിദ്യാർത്ഥികൾക്ക് കണ്ണട വയ്ക്കാൻ അനുവാദം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. തെറിയഭിഷേകം നടത്തിയതായും ജാബിറിന്റെ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ കോളേജിലെ ആന്റി റാഗിംഗ് സെല്ലിലും മുക്കം പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് NITയിൽ വീണ്ടും ആത്മഹത്യ. NITയിലെ വിദ്യാർത്ഥിയും പശ്ചിമ ബംഗാൾ സ്വദേശിയുമായ നിധിൻ ശർമ്മയാണ് മരിച്ചത്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടി ജീവനൊടുക്കുകയായിരുന്നു. തനിക്കിനി ജീവിക്കാൻ താല്പര്യമില്ലെന്ന് സുഹൃത്തുക്കൾക്ക് ഫോണിൽ സന്ദേശം അയച്ച ശേഷമാണ് നിധിൻ ജീവനൊടുക്കിയത്. ഇന്ന് പുലർച്ചെയാണ് കോഴിക്കോട്ടെ നടുക്കിയ ദാരുണമായ സംഭവം ഉണ്ടാവുന്നത്. കോഴിക്കോട് NIT ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് ബംഗാൾ സ്വദേശിയായ വിദ്യാർത്ഥി നിധിൻ ശർമ്മ ചാടി ജീവനൊടുക്കുകയായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരാണ് നിധിനെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 22 വയസ്സായിരുന്നു നിധിന്. ട്രിപ്പിൾ E 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ NITയിലോ മറ്റോ നിധിനുണ്ടായിരുന്നതായിട്ട് സഹപാഠികൾക്കൊന്നും അറിവില്ല. ജീവനൊടുക്കുന്നതിന് തൊട്ടു മുൻപ് നിധിൻ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് അർത്ഥം വരുന്ന തരത്തിൽ മെസ്സേജ് അയച്ചതിന് ശേഷമാണ് നിധിൻ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് ചാടുന്നത്. ഈ സംഭവത്തിൽ കുന്നമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിധിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. നിധിന്റെ മാതാപിതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. ബംഗാൾ സ്വദേശിയാണ് നിധിൻ. മാതാപിതാക്കൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. നാളെയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ NITയിൽ നിന്ന് പഠനം അവസാനിപ്പിച്ചു പോയ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരുന്നു. അന്ന് NIT ഡയറക്ടർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കത്തിൽ എഴുതി വെച്ചതിന് ശേഷമാണ് മലയാളി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നത്. അതിനുശേഷം ഡിസംബർ മാസത്തിലും NITയിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവമുണ്ടായി. ഇത് ഓൺലൈൻ റമ്മിയിലടക്കം പണം നഷ്ടപ്പെട്ടു, ഓൺലൈൻ മാർക്കറ്റിലും അങ്ങനെ പണം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതെന്നത് സംബന്ധിച്ച് പോലീസ് വിശദീകരണമുണ്ടായിരുന്നു. ഏതായാലും 6 മാസങ്ങൾക്കിടയിൽ ഇത് 3ാമത്തെ വിദ്യാർത്ഥിയാണ് കോഴിക്കോട് NITയിൽ ആത്മഹത്യ ചെയ്യുന്നത്. യാതൊരു മനസാക്ഷിയുമില്ലാത്ത ചില സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ട്. വായ്പയെടുത്ത പണം തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ ഭീഷണി, ജപ്തി നടപടികൾ. അത്തരമൊരു സംഭവം തൃശൂരിലുമുണ്ടായി. ഇതിൽ മനം നൊന്ത് തൃശൂർ കിരാലൂരിൽ ഗൃഹനാഥൻ ജീവനൊടുക്കി. ചിറ്റിലപ്പള്ളി വീട്ടിൽ ഫ്രാൻസിസാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ജപ്തി ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യയെന്ന് കുടുംബം ആരോപിക്കുന്നു. രാവിലെയാണ് ഫ്രാൻസിസിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഇതിനു മുൻപ് വേലൂർ സർവീസ് സഹകരണ ബാങ്ക് അധികൃതർ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. അമ്മയെ ജോലി സ്ഥലത്ത് വെച്ച് ഭീഷണിപ്പെടുത്തിയെന്നും മകൻ ആരോപിച്ചു. ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീട് പണിക്കൊക്കെ ആയിട്ട്. പിന്നെ ചേച്ചിയുടെ കല്യാണമൊക്കെ ആയിട്ട് പുതുക്കിയായിരുന്നു. അങ്ങനെ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ജപ്തി നോട്ടീസ് വരെ ആയി. അത് അങ്ങനെ പ്രഷറായി. അവിടുന്ന് അമ്മ പണിക്ക് മാഹലത്തേക്ക് അവരിടയ്ക്ക് വരാറൊക്കെ ഉണ്ട്. മറ്റു ഭീഷണിയുണ്ട്. അങ്ങനെ ഇന്നലെ രാത്രി വന്ന ആൾ സാധാരണ വന്ന് കിടന്നു. ഇന്ന് രാവിലെ അമ്മ രാവിലെ ആയിട്ട് പള്ളിക്കൊക്കെ പോയി വന്നപ്പോൾ
നോക്കുമ്പോൾ ആള് തൂങ്ങിയെടുക്കുന്നു. വീട് പണിക്കായാണ് ഫ്രാൻസിസ് വായ്പ എടുത്തത്. മകളുടെ വിവാഹാവശ്യത്തിനായി 2018 വായ്പ പുതുക്കി. 3 ലക്ഷം രൂപയാണ് വായ്പ എടുത്തത്. പലിശയടക്കം പിന്നീട് 6 ലക്ഷമായി. കോൺഗ്രസാണ് സഹകരണ ബാങ്ക് ഭരിക്കുന്നത്. വായ്പാ തിരിച്ചടവിന്റെ പേരിൽ ഭീഷണി ഉണ്ടായിട്ടില്ലെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. പണം തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട്. കുടിശ്ശിക നിവാരണ പദ്ധതിയുടെ അറിയിപ്പ് നൽകിയിരുന്നു. അതല്ലാതെ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ലെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ. നമ്മുടെ സമൂഹവും മനഃശാസ്ത്രജ്ഞനുമെല്ലാം പലപ്പോഴും ഉപദേശിക്കുന്ന കാര്യമുണ്ട്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന്. എത്രയൊക്കെ ഉപദേശിച്ചാലും ഈ ആത്മഹത്യക്ക് കുറവൊന്നുമില്ല. തൃശൂർ കാറളത്ത് നിന്നും ഒരു കുടുംബത്തിലെ 3 പേർ ജീവനൊടുക്കിയെന്ന ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് വരുന്നത്. കാറളം സ്വദേശികളാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും മരണകാരണം, അതായത് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ല. കാറളം കുഴുപ്പുള്ളിപ്പറമ്പിൽ മോഹനൻ, ഭാര്യ മിനി, മകൻ ആദർശ് എന്നിവരെയാണ് ഇന്നലെ രാത്രി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനോട് ചേർന്ന് പലചരക്ക് കട നടത്തുന്ന മോഹനൻ കഴിഞ്ഞ ദിവസം കട തുറന്നിരുന്നില്ല. വീട് അടഞ്ഞുകിടക്കുകയും ചെയ്തു. തൊട്ടടുത്ത് തന്നെയുള്ള ബന്ധുക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ വീട്ടിലെത്തി അന്വേഷിക്കുകയായിരുന്നു. വാതിലുകൾ അടഞ്ഞുകിടക്കുന്നത് കണ്ട് സംശയം തോന്നി പിൻവാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് മരണവിവരം അറിഞ്ഞത്. മോഹനനും ആദർശും വീട്ടിലെ ഹാളിലും മിനിയെ കിടപ്പുമുറിയിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ആദർശ് കാറളം സ്കൂളിലെ VHSC വിദ്യാർത്ഥിയാണ്. മോഹനനും കുടുംബത്തിനും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതായി അറിവില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ന്യൂസ് 18 തൃശൂർ. പാലക്കാട് വൻ കുഴൽപ്പണവേട്ട. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ RPF നടത്തിയ പരിശോധനയിൽ 1 കോടി രൂപയിലധികം വരുന്ന കുഴൽപ്പണം പിടിച്ചെടുത്തു. സംഭവത്തിൽ 2 തമിഴ്നാട് സ്വദേശികൾ പിടിയിലായിട്ടുണ്ട്. മധുര സ്വദേശികളായ ബാലകൃഷ്ണൻ, ഗണേശൻ എന്നിവരാണ് കുഴൽപ്പണം കടത്തിയത്. തുണിയിൽ പൊതിഞ്ഞ പണം അരയിൽ കെട്ടി കൊണ്ടുവരികയായിരുന്നു. രാവിലെ 4:30 ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഐലൻഡ് എക്സ്പ്രസിൽ വന്ന ഇവരെ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് രേഖകളില്ലാതെ കൊണ്ടുവന്ന 1 കോടി 2 ലക്ഷം രൂപ പിടിച്ചെടുത്തത്. ബംഗളൂരുവിൽ നിന്ന് കായംകുളത്തേക്ക് പണം കൊണ്ടുപോകാനായിരുന്നു യാത്ര. ഇന്ന് രാവിലെ നമ്മുടെ ക്രൈം ടീമും RPF പാലക്കാടും സംയുക്തമായി ട്രെയിനുകളിലും മറ്റ് പ്ലാറ്റ്ഫോമിലും ചെക്കിംഗ് നടത്തിവരുവേ 165-26 എന്ന ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ നിന്ന് സംശയത്തിൻ്റെ പേരിൽ 2 പേരെ കാണുകയും അവരെ ചെക്ക് ചെയ്തപ്പോൾ അവരുടെ അരയിൽ എന്തോ തടയുന്നതായി തോന്നി. അത് ചെക്ക് ചെയ്തപ്പോൾ പണമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് നമ്മളിവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 1 കോടി 2 ലക്ഷം രൂപ ഉണ്ടെന്ന് മനസ്സിലായി. ഇവർ മുൻപും ഇത്തരത്തിൽ പണം കടത്തിയിട്ടുണ്ടെന്നാണ് RPFന് നൽകിയ മൊഴി. സമീപകാലത്ത് RPF നടത്തിയ വലിയ കുഴൽപ്പണ വേട്ടയാണിത്. കേസ് തുടരന്വേഷണത്തിനായി ആദായ നികുതി വകുപ്പിന് കൈമാറി. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാർക്കെതിരായ നടപടികൾ തുടരുകയാണ്. മാങ്ങാമോഷണ കേസിലെ പ്രതിയായ പോലീസുകാരനെ പിരിച്ചുവിടാനുള്ള നടപടി ഉടൻ ഉണ്ടായേക്കും. ഇടുക്കി AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ ഷിഹാബിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേരള പോലീസിന് മുഖത്തേറ്റ അടിയായിരുന്നു ഈ ദൃശ്യങ്ങൾ. കാക്കിയിട്ടൊരാൾ ഇരുട്ടിന്റെ മറവിൽ കള്ളനാകുന്നു, അതും മാങ്ങാമോഷണം. ഇടുക്കി AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറായ PV ഷിഹാബാണ് കഴിഞ്ഞ സെപ്റ്റംബർ 28-ന് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്ന വഴി മുണ്ടക്കയത്തെ പഴക്കടയിൽ നിന്ന് മാങ്ങ എടുത്തത്.
മോഷണക്കേസെടുത്തെങ്കിലും പിന്നീട് പഴക്കടക്കാരൻ പരാതിയില്ലെന്ന് അറിയിച്ചതോടെ കോടതി കേസ് തീർപ്പാക്കിയിരുന്നു. എന്നാൽ സംസ്ഥാന പോലീസിന് തന്നെ നാണക്കേടായി മാറിയ മാങ്ങാമോഷണം വെറുതെ വിടാനല്ല പോലീസിന്റെ തീരുമാനം. DGPയുടെ നിർദ്ദേശപ്രകാരം ഇടുക്കി SP VU കുര്യാക്കോസാണ് പിരിച്ചുവിടലിന് മുന്നോടിയായുള്ള നോട്ടീസ് നൽകിയത്. മാങ്ങാമോഷണം കൂടാതെ ഷിഹാബിനെതിരെ മറ്റ് 2 കേസുകൾ കൂടിയുള്ളതും അച്ചടക്ക നടപടി നേരിട്ടിട്ടുള്ളതും പിരിച്ചുവിടാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചു. 15 ദിവസത്തിനകം ഇടുക്കി SPക്ക് വിശദീകരണം നൽകണം. അതനുസരിച്ചായിരിക്കും അന്തിമ നടപടി. ഇതോടെ ക്രിമിനൽ പശ്ചാത്തലത്തിന്റെ പേരിൽ 1 മാസത്തിനകം പിരിച്ചുവിടൽ നടപടി നേരിടുന്ന 6ാമത്തെ പോലീസുകാരനാണ് ഷിഹാബ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഉറ്റവരിൽ നിന്നുള്ള മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഏറെ വേദനയുണ്ടാക്കും. നമ്മുടെ സമൂഹത്തിൽ നിന്ന് കൂടുതൽ പീഡനങ്ങളുടെയും അക്രമങ്ങളുടെയും ഒറ്റപ്പെടുത്തലിന്റെയും വാർത്തകൾ കേൾക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്, വീടുകളിൽ നിന്നാണ്. ഇത്തരം സംഭവങ്ങൾ, ഇത്തരം അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും. ഇത് പുറം ലോകത്തെ അറിയിക്കണമെങ്കിൽ പോലീസ് പെട്രോളിനെ ബന്ധപ്പെടാം. ഞങ്ങൾ അറിയിക്കേണ്ട നമ്പർ 62 81 28 0055. ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.